ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ഷെല്ലാക്രമണം നടത്തിയ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. ആദിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിർത്തി മേഖലകളിൽ സലാമാബാദിൽ നമ്മളുടെ പ്രതിനിധി ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും എത്തിയിട്ടുണ്ട്. ഷെല്ലാക്രമണ ഗ്രൗണ്ട് സീറോയിൽ നിന്നും റിപ്പോർട്ടറിന്റെ വാർ ടൈം റിപ്പോർട്ടർ ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നു. ആദിൽ പാലോട് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഭീകരവാദികളെ തുരത്തിയതിന് പാകിസ്ഥാന്റെ പ്രകോപനം. സാധാരണക്കാരായ മനുഷ്യൻ, ഇതൊരു മിലിറ്ററി പോസ്റ്റ് അല്ല, ഇത് സാധാരണക്കാരായ മനുഷ്യന്റെ, സാധാരണക്കാരായ ഒരു പരിശീലനവും ലഭിക്കാത്ത ഇന്ത്യൻ പൗരന്റെ വീടിനു നേരെ ഷെല്ലാക്രമണം നടത്തിയ പാകിസ്ഥാന്റെ തെളിവ് ലോകത്തിന് മുമ്പിൽ നമ്മളും സമർപ്പിക്കുന്നു. കാണൂ ഈ ദൃശ്യങ്ങൾ. ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും പകർത്തുന്ന ദൃശ്യങ്ങൾ. ആദിൽ, പറയൂ, ഇത് ഏതാണ് സ്ഥലം, എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്, അവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ അവസാനത്തെ, പാകിസ്ഥാൻ അതിർത്തിയിലെ അവസാനത്തെ ഗ്രാമമാണിത്. സലാമാബാദ് എന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെയുള്ള വീടുകൾ പൂർണ്ണമായും നശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ രാത്രി. ഈ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. അതിൽ പൂർണ്ണമായി തകർന്ന വീടാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. കത്തിച്ചാമ്പലായി എന്ന് നമ്മൾ പറയുകയുള്ളൂ. അത് കൃത്യമായി തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നുള്ളതാണ്. ഇവരുടെ ചായക്കോപ്പകൾ, അരുൺകുമാർ അത് കാണുക, ഈ രൂപത്തിൽ ഇവരുടെ ജീവിതം തന്നെ നശിച്ചു എന്ന് മനസ്സിലാക്കാം. പാലൊക്കെ കൊണ്ടുപോകുന്ന പാത്രമാണെന്ന് തോന്നുന്നു. ഇത് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇത് ഉറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ്, ഉറിയുടെ ആർമി പോസ്റ്റ് കഴിഞ്ഞ് 3 കിലോമീറ്റർ കൂടി മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സലാമാബാദ് എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ കൃത്യമായി ഒരു ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ये सर 2 बजे का मसला है, 2 बजे का मसला। 2 बजे हमें क्या पता था, लोग सोए हुए थे। कितने बजे सर? 2 बजे, रात के 2 बजे। रात के 2 बजे सवेरे? हाँ, सुबह सवेरे 2 बजे। मतलब हम सोए हुए थे। कहाँ सोए थे? आपने अपने घर में, आपने अपने घर में इसमें सोए थे। वो जख्मी है ना। गोले जब आए 2:30 बजे तो बाहर निकले, आवाज़ आने लगे तो आवाज़ आया तो बाहर निकले तो तब तक वो थोड़े निकले, दूसरे मकान की तरफ भागे, तब तक आगे इसके ऊपर आगे गोले, इस मकान पर गोला गिरा। कितने बजे? 2 बजे में? 2:30 बजे से रात 2:30 മണിക്കാണ് സംഭവം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങൾ മനു കാണിക്കൂ. 2:30 മണിക്കാണ് ഈ ദൃശ്യം. आप कहाँ रहते हैं? मैं इधर ही रहता हूँ, सलामाबाद में। ये क्या होता है? धमाका आवाज आता है। धमाका, बहुत बड़ा धमाका। वो साहब ही नहीं, वो छोटे बच्चे तो बिल्कुल, अगर 2-3 इकट्ठे आएंगे तो मर जाएंगे, इतना बड़ा धमाका। इंजर्ड होगा ये वाला? इंजर्ड हो गए 3, एक छोटा बच्चा था, 2 बड़े थे, एक 13 साल की बच्ची थी, एक 4 साल का बच्चा, 2 बड़ा। हाँ, एक 4 साल की बच्ची है, एक 13 साल की है, एक घर का जो मालिक है वो भी जख्मी हुआ है। 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഓ, അഭി കഹാ ഹൈ? वो बारामूला हॉस्पिटल में। ബാരാമുള്ള ആശുപത്രിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് പറയുന്നത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ, എക്സ്ക്ലൂസീവ്, നാഷണൽ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ നമ്മൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ നോക്കൂ. സാധാരണക്കാരായ മനുഷ്യരുടെ ട്രങ്കുകൾ, അവരുടെ ജീവനോപാധികൾ, അവരെന്ത് ചെയ്യുകയാണ് എന്ന് കൂടി ഒന്ന് ചോദിക്കൂ. क्या काम करते हैं आप? कुछ नहीं सर, मैं तो ड्राइवर हूँ सर। ड्राइवर? जी सर। इधर ही बस गाड़ी, उड़ी में गाड़ी चला रहा हूँ। जी सर। ये वाला क्या करते हैं? ये बेचारा शाम को जाता है, दिन को जाता है, मजदूरी करता है, मजदूरी करके कुली का काम करता है सर। കൂലിപ്പണിയാണ് ഇവർ ചെയ്യുന്നത്. ये 2 बजे में धमाका हुआ, स्टार्ट होगा तो सब लोग उठ के 3-4 आग लगा। आदमी जब धमाका, इसको आता सर, बहुत धमाके हुए सर, कम से कम 10-15 धमाके हुए, मगर कोई साइडों में लगे, कोई किसी। कितने घर टूट गए सर? खत्म हो गए। इसके साथ मकान है वो 10। हाँ, ആദിൽ പാലോട് ഇപ്പോഴും പുകയുയരുന്നുണ്ട്. വീടുകൾ പൂർണ്ണമായി നശിച്ചു എന്നുള്ളതാണ്. ഷെല്ലാക്രമണത്തിന്റെ ബാക്കിയായി പുകയുയരുന്നുണ്ട്.
ബി സേഫ്. കാരണം ഏതു നിമിഷവും പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് ഷെല്ലാക്രമണം ഭയന്ന് കഴിയുന്ന മനുഷ്യരാണ്, ഡ്രൈവറാണ്, സാധാരണ മനുഷ്യരാണ്, അവർക്ക് മിലിറ്ററി പരിശീലനമില്ല. ഈ ഭീരുക്കളായവർ ആരെയാണ് തിരിച്ചടിക്കുന്നത്? അതിൽ ആ മനുഷ്യരെ നോക്കൂ, സാധാരണക്കാരായ മനുഷ്യർ. അവർക്ക് എന്താണ് സംഭവിച്ചത്? രാത്രിയിൽ 2 മണി സമയത്ത് കൃത്യമാണ് അരുൺകുമാർ. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ് അരുൺകുമാർ. നമ്മൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ സിലിണ്ടർ ഉള്ളതിനാൽ കുറച്ച് മാറാം എന്നുള്ളതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഈ കാണുകയാണ്. ഒരു സിലിണ്ടർ ഇപ്പുണ്ട്, ആ ഭാഗത്ത് നിന്ന് മാറാമെന്ന് തോന്നുന്നു. ഈ കാണുന്നുണ്ട്. അരുൺകുമാർ, എത്ര മനോഹരമായി സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളാണ് ഇത് എന്ന് നമ്മൾ നോക്കണം. ഇത് കാണൂ, ഇത് മുകളിലേക്ക് നോക്കൂ. ഇവിടെയൊക്കെ വളരെ രസകരമായ, വളരെ മനോഹരമായ പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു അടുക്കളയാണ് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അരുൺകുമാർ. ഈ വീടല്ല, 5-6 വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നതാണ്